Good morning, my dear students. My previous class we already discussed the chapter organization of the data. Today we are going to discuss about the new chapter from the statistics, that is presentation of data. Had you seen the IPL match? IPL cricket match കണ്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിൻ്റെ രണ്ടോ അതിലധികം കളിക്കാരൊക്കെ IPL കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ രണ്ട് കളിയിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റാർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള സഞ്ജു സാംസൺ ഒരു രണ്ട് കളിയിൽ വളരെ നല്ല റൺ അടിച്ചിട്ടുള്ള ഒരു കളി നിങ്ങൾ കണ്ടിരിക്കും. നീ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റ് ചെയ്തതിൻ്റെ ഒരു ഡാറ്റ ഒരു പിക്ചറൈസേഷൻ രൂപത്തിൽ ടി വിയിൽ പലപ്പോഴും കാണിക്കാറുണ്ട്. ഏത് സൈഡിലേക്കാണ് സിക്സുകൾ അടിച്ചത്, അല്ലെങ്കിൽ ഓരോ ഓവറിലും സഞ്ജു സാംസൺ എത്ര സ്കോർ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ഗ്രാഫുകൾ പലപ്പോഴും ടി വിയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഗ്രാഫ് കാണുമ്പോൾ നമുക്കുള്ള വളരെ എളുപ്പത്തിൽ ഏത് സൈഡിലേക്കാണ് സഞ്ജു സാംസൺ സിക്സ് അടിച്ചത്, അതേപോലെ തന്നെ ഏത് ബോളറുടെ ഓവറിലാണ് കൂടുതൽ റണ്ണ് അടിച്ചെടുത്തത് തുടങ്ങിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ അതെങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം തുടങ്ങിയവയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ചാപ്റ്റർ നെയിം ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് ദ ഡാറ്റ. പ്ലീസ് ലിസൺ ദ തിയറി. This refers to the organization of the data into tables, graphs or charts so that the logical and statistical conclusion can be derived from the collected measurements. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു മെഷർമെൻറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റ, ആ ഡാറ്റയെ ഒരു ഗ്രാഫുകളോ അതേപോലെ തന്നെ ടേബിളുകളോ ചാർട്ടുകളോ ഒക്കെ ആക്കി ഒരു ലോജിക്കൽ ഓർഡറിൽ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഏതെന്ന് വിളിക്കുന്നത് പ്രസൻറ്റേഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നത്. പ്രസൻറ്റേഷൻ ഓഫ് ദ ഡാറ്റ പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിലുള്ള മുഴുവൻ പോയിന്റ് നിങ്ങൾക്ക് നോക്കണ്ട. അത് ഒന്ന് ടെക്സ്റ്റൽ മെത്തേഡ് ഉണ്ട്, ദെൻ സെക്കൻഡ് വൺ ടാബിൾ അല്ലെങ്കിൽ ടാബുലേഷൻ മെത്തേഡ് ഉണ്ട്, ദെൻ ദ തേർഡ് വൺ ഗ്രാഫിക്കൽ മെത്തേഡുകളുണ്ട്. ഏതൊക്കെയാണ്? ടെക്സ്റ്റൽ മെത്തേഡ്, അതേപോലെ തന്നെ ടാബുലേഷൻ മെത്തേഡ്, ആൻഡ് വൺ മോർ തിങ്, ദാറ്റ് ഈസ് ഡയഗ്രമാറ്റിക് മെത്തേഡ്, ദെൻ ദ ലാസ്റ്റ് വൺ ഗ്രാഫിക്കൽ മെത്തേഡ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 3, 4, 5 അതിൽ മെത്തേഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ടെക്സ്റ്റൽ മെസ്സേജിനെ കുറിച്ച് പറയുന്നുണ്ട്, ടാബുലർ പ്രസൻറ്റേഷൻ ഉണ്ട്, ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ഡാറ്റ പ്രസൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളെ കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും ആദ്യം ടെക്സ്റ്റൽ അല്ലെങ്കിൽ ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ. നിങ്ങൾ ഈ കഴിഞ്ഞ 2 കൊല്ലങ്ങളിലൊക്കെ പ്രളയം വരുന്ന സമയത്ത് പലപ്പോഴും പലരും ടി വിയിലേക്ക് ഇങ്ങനെ കണ്ണു നട്ടിരിക്കും. സ്കൂളിലേക്ക് വരുന്നതിൻ്റെ മുൻപ് അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ ടി വിയിലേക്ക് കണ്ണു നട്ടി ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ പോകും. കേരളത്തിൽ കനത്ത മഴ, മിക്കവാറും 14 ജില്ലകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു, അല്ല കേരള ഗവൺമെൻറ് അവധി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു സന്തോഷമുണ്ട് നിങ്ങൾക്ക്, അല്ലേ? അപ്പോൾ ടി വിയിലൂടെ നിങ്ങളൊരു ഒരു ടെക്സ്റ്റ് മെസ്സേജുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് ന്യൂസുകൾ എന്നും പറയുന്നത് പോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജുകൾ വരാറുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷനിലും നമ്മൾ എന്ത് കാണാറുണ്ട്? ടെക്സ്റ്റ് മെസ്സേജുകൾ ടി വിയിൽ ഇങ്ങനെ പോകാറുണ്ട്. കോവിഡിൻ്റെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയിൽ 1000-ത്തിലധികമായി, ദെൻ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ടെക്സ്റ്റ് മെസ്സേജ്. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഒരു ടെക്സ്റ്റ് മെസ്സേജുകൾ ആയി അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകളുടെ രൂപത്തിൽ കാണിക്കുന്നതിനെയാണ് ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. The data gathered are presented in paragraph form or data are written and read. പിന്നെ അതേപോലെ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റ് ആൻഡ് ഫിഗേഴ്സ്. ചില നമ്പേഴ്സിൻ്റെ രൂപത്തിലോ അതിൽ ടെക്സ്റ്റ് മെസ്സേജുകളുടെ രൂപത്തിലോ ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ട് ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്.
The next one, tabular presentation. Tabular presentation, that means the method of presenting the data using the statistical table. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൻ്റെ സഹായത്തോടു കൂടി ഡാറ്റയെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത് ടാബുലാർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. എ സിസ്റ്റമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ്. റോസിൻ്റെയും കോളത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത് ടാബുലാർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാബുലാർ പ്രസൻറ്റേഷനിൽ റോസ് that shows the horizontal arrangement and the columns are the vertical arrangement. അപ്പോൾ it is known as the table. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ടാബുലാർ പ്രസൻറ്റേഷൻ ഒരു ടേബിളിൻ്റെ രൂപത്തിൽ ഡാറ്റയെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ടാബുലാർ പ്രസൻറ്റേഷൻ. ആ ടാബുലാർ പ്രസൻറ്റേഷനിൽ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്ററിൽ ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന 4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നമുക്ക് ലഭിക്കുന്ന ടേബിളുകളും അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള പല ടേബിളുകളും ഏതിൽ വരുന്നതാണ്? ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടേബിൾ ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഉൾക്കൊള്ളുന്ന ടേബിൾ ഉണ്ട്, ദെൻ ടെമ്പോറൽ ഓർ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ടേബിൾ ഉണ്ട്, അതേപോലെ തന്നെ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ടേബിളുകളുണ്ട്. അപ്പോൾ ഒരു ടേബിളിൻ്റെ രൂപത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ടാബുലാർ പ്രസൻറ്റേഷൻ. അപ്പോൾ ടാബുലാർ പ്രസൻറ്റേഷനിൽ വരുമ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതെല്ലാം? പാർട്സ് ഓഫ് ദ ടേബിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ദ ടേബിൾ നമ്പർ. ഒരു ടേബിളിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു നമ്പർ ഉണ്ടായിരിക്കണം, ടേബിൾ നമ്പർ. ആൻഡ് ദ ടൈറ്റിൽ ഓഫ് ദ ടേബിൾ. ഒരു ടേബിളിൽ എന്തുണ്ടായിരിക്കണം? ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ദെൻ അതേപോലെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ അതിനെ റോസും അതേപോലെ തന്നെ റോ ആൻഡ് കോളംസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച്മെന്റ് ചെയ്തതാണ് ടാബുലാർ പ്രസന്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടേബിളിന് കോളം ഹെഡ്ലൈൻസും ഉണ്ട്, അതേപോലെ തന്നെ റോ ഹെഡ്ലൈൻസും ഉണ്ട്. നമ്മൾ അതിലെ ഏറ്റവും ആദ്യം കോളം ഹെഡ്ലൈൻസിനെ മറ്റൊരു പേര് കൂടി പറയുന്നുണ്ട്, ക്യാപ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. ക്യാപ്ഷൻസ്, കോളം ഹെഡ്ലൈൻ, അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ക്യാപ്ഷൻസ്. ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കോളത്തിന്റെ ഹെഡ്ലൈൻ ആണ് ഏതെന്ന് പറയുന്നത് ക്യാപ്ഷൻ ഓർ ദ കോളം ഹെഡർ എന്നുള്ള രീതിയിൽ. ഇനി അതേപോലെ തന്നെ റോ ആയിട്ടുള്ളതിന് അതിനൊരു ഹെഡ്ലൈൻസ് വരുന്നുണ്ട്. ദ റോ ക്ലാസിഫയർ അല്ലെങ്കിൽ റോ ഹെഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്, അതിനെന്തെന്ന് വിളിക്കുന്നു? സ്റ്റബ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. സ്റ്റബ്, STUB, സ്റ്റബ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ടേബിളിന്റെ വിവിധ പാർട്സുകൾ, the parts of the table number, the title, then column headline, that is the caption, then the row heading or row classifier, that is the steps. And ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ടേബിളിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ദ ബോഡി ഓഫ് എ ടേബിൾ. ആ ടേബിളിന്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റ്സ് എന്താണ്? ആ കണ്ടന്റ്സ് ആണ് ഇതെന്ന് പറയുന്നത് ബോഡി ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത്. ഇനി ടേബിളിന് ഫുട് നോട്ട് ആൻഡ് സോഴ്സ് നോട്ട് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഭാഗങ്ങളുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം സോഴ്സ് നോട്ട് എന്ന് പറയുന്ന ഭാഗം. സോഴ്സ് നോട്ട് എന്ന് പറയുന്നത് വേർ വി ടേക്കൺ ദിസ് ടേബിൾ ഓർ വേർ വി ടേക്കൺ ഫ്രം ദിസ് ഡാറ്റ. ഈ ഡാറ്റ നമ്മൾ എവിടെ നിന്ന് എടുത്തു? ചിലപ്പോൾ വല്ല സെൻസസ് റിപ്പോർട്ടുകളായിരിക്കാം, അതല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ വേറെ ഏതെങ്കിലും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെയോ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ ഒക്കെ റിപ്പോർട്ടുകളാവാം. ആ റിപ്പോർട്ടുകളാണ് ഇവിടെ സോഴ്സസ് ഓഫ് ഡാറ്റ എന്നുള്ള രീതിയിൽ കൊടുക്കേണ്ടത്. സോഴ്സ് നോട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുക. എവിടെ നിന്നോ ഏത് മെറ്റീരിയൽ അല്ലെങ്കിൽ ഏത് സെക്കൻഡറി ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തത്, ഈ ടേബിൾ കളക്ട് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ ഫുട് നോട്ട് എന്ന് പറയും. ഫുട് നോട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ടേബിളിലെ ചില സിംബൽസുകൾ ഉപയോഗിക്കും. ആ സിംബൽസ്, സപ്പോസ് ഇവിടെ ഒരു സ്റ്റാറിന്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാം അല്ലെ, ആ സ്റ്റാർ എന്താണ് എന്നുള്ളത് ഇതിന്റെ അടിയിൽ മോണിറ്ററിങ് ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫുട് നോട്ട് എന്ന് പറയുന്നത് ടേബിളിന്റെ ഉള്ളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിംബൽസ് കൊടുക്കുകയാണെങ്കിൽ ആ സിംബൽസിന്റെ എക്സ്പ്ലനേഷൻ ആണ്
ഫൂട്ട് നോട്ട് എന്ന് പറഞ്ഞത്. വളരെ പരീക്ഷയ്ക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ടേബിൾ? Parts of the table, it's an important one. Therefore, the parts of the tables are table number and title, then column headline, that is a caption, then the row headline, that is a step, and the body of the field or body of the table, then source note and footnote. ഇതാണ് ഒരു ടേബിളിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, പ്രസൻറ്റേഷൻ ഓഫ് ദ ഡാറ്റ ക്ലാസിഫൈഡ് ഇൻ ടു 3 methods. That is textual presentation, tabular presentation, and graphical presentation. So we can pass on the third method of presentation of the data, that is the graphical presentation or diagrammatic presentation. നമുക്ക് എന്താണ് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ എന്ന് നോക്കാം. എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഈസ് എ വിഷ്വൽ ഡിസ്പ്ലേ ഓഫ് ഡാറ്റ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ടിൻ്റെ ഒരു വിഷ്വൽ ഡിസ്പ്ലേ ഓഫ് ദ ഡാറ്റയാണ് ഏതെന്ന് പറയുന്നത് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് എന്താണ് ഒരു പ്രത്യേകത? ഇറ്റ് ഈസ് മോർ ഓഫൺ ആൻഡ് ഇഫക്റ്റീവ് ദാൻ ദ പ്രസന്റിംഗ് ദ ഡാറ്റ ഇൻ ടാബുലർ ഫോം. ഒരു ടേബിളിൽ രൂപീകരിച്ചാൽ ടേബിളിൽ ഡാറ്റ നമ്മൾ കാണിക്കുന്നതിനേക്കാൾ വളരെ നല്ല ഒരു വിഷ്വൽ ഡിസ്പ്ലേ ആണ് എന്തെന്ന് പറഞ്ഞത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. There are the different types of the graphical presentation and which is usually depends upon the nature of the data and the nature of the statistical result. അപ്പോൾ വ്യത്യസ്ത ടൈപ്പിലായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡാറ്റ ഉണ്ട്. അതിന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഡാറ്റയെ പ്രധാനമായിട്ടും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഡയഗ്രമാറ്റിക്കൽ പ്രസൻറ്റേഷൻ ഏതൊക്കെ നോക്കാം. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻസിൽ നമുക്കിവിടെ നോക്കാം ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാമത്തിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തന്നിരിക്കുന്ന ടേബിളുകളെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതിപാദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. അത് തന്നെ ബാർ ഡയഗ്രാം 3 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്: സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആൻഡ് ദ തേർഡ് വൺ കോമ്പണന്റ് ബാർ ഡയഗ്രാം. അത് ഇതിലില്ല, ഞാൻ അത് കൂടി നിങ്ങളടുത്ത് പറയുന്നു. സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആൻഡ് കോമ്പണന്റ് ബാർ ഡയഗ്രാം. ദെൻ പൈ ഡയഗ്രാമത്തിന്റെ രൂപത്തിലും അതേപോലെ തന്നെ പിക്ടോഗ്രാംസിന്റെ ഒക്കെ രൂപത്തിലും എന്തെങ്കിലും ഡയഗ്രമാറ്റിക് ഡാറ്റ പ്രസൻറ്റേഷൻ നമുക്ക് നടത്താം. അപ്പോൾ ഡയഗ്രമാറ്റിക് ഡാറ്റ പ്രസൻറ്റേഷൻ ഏതൊക്കെ രീതിയിൽ നടത്തുന്നത്? ബാർ ഡയഗ്രാമത്തിന്റെ രൂപത്തിൽ. ആ ബാർ ഡയഗ്രാമത്തിൽ തന്നെ 3 മെത്തേഡുകൾ ഏതൊക്കെയാണ്? സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം, ദെൻ ആൾസോ ദ പൈ ഡയഗ്രാം ആൻഡ് പിക്ടോഗ്രാംസ്. നമുക്ക് ഏറ്റവും ആദ്യം ബാർ ഡയഗ്രാം എന്താണെന്നുള്ള രീതിയിൽ നോക്കാം. പിക്ചറൈസേഷൻ നോക്കാം. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതൊരു ടാബുലർ പ്രസൻറ്റേഷനുള്ള ഡാറ്റയാണ്. കൺട്രി അതവിടെ ആ രാജ്യത്തുള്ള ബർത്ത് റേറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ, ജർമ്മനി, UK, ചൈന, ന്യൂസിലാൻഡ് ആൻഡ് സ്വീഡൻ എന്ന് പറയുന്ന ചില രാജ്യങ്ങളുടെ ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ബർത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബർത്ത് റേറ്റ് 33, 15, 20 ആൻഡ് 40, 30 ആൻഡ് 15 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഡയഗ്രാം നോക്കുക. ഡയഗ്രത്തിൽ ഇതിൽ ആ ബർത്ത് റേറ്റ് ആണ് Y ആക്സിസിൽ കാണിക്കുന്നത്. ദെൻ ഇവിടെ ദ നെയിം ഓഫ് ദ കൺട്രി, X ആക്സിസിൽ നെയിം ഓഫ് ദ കൺട്രി, രാജ്യങ്ങളുടെ പേര്. ഇതിൽ ഈ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ ഓരോ ഡയഗ്രാം അല്ലെങ്കിൽ ഓരോ ബാർ ഡയഗ്രാംസും എന്താണ്, അതിൻ്റെ ഹൈറ്റ് ആണ് ഇതിൻ്റെ എന്ത് നിർണ്ണയിക്കുന്നത്? ഇവിടെ ബർത്ത് റേറ്റ് എത്രയാണോ ആ ബർത്ത് റേറ്റ് ആണ് ഈ ഓരോ ഡയഗ്രത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ സിമ്പിൾ ബാർ ഡയഗ്രത്തിൻ്റെ ഹൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ബർത്ത് റേറ്റ് ആണ്. ഇത് വരയ്ക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലെ ഈ കണക്ക് ഉപയോഗിച്ചിട്ട് സ്വന്തമായിട്ട് ഈ ചിത്രം കണ്ടിട്ട് കാര്യമില്ല, നിങ്ങളത് വരച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഒരു ഡയഗ്രാം നമ്മൾ കാണുമ്പോൾ മറ്റ് ഒരു ടേബിളൊക്കെ കാണുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡയഗ്രത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പ്രധാനമായിട്ടുള്ള ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻസിനെ ജോമെട്രിക് പ്രസൻറ്റേഷൻ ആൻഡ് ഫ്രീക്വൻസി പ്രസൻറ്റേഷൻ, അതേപോലെ തന്നെ അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ് തുടങ്ങിയ മേഖലകളിലാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന് ഉൾക്കൊള്ളുന്ന ചിലതിൻ്റെ എക്സാമ്പിളുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. വേരിയസ് ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ്. അതിൽ ജോമെട്രിക് ഡയഗ്രാംസിൽ അല്ലെങ്കിൽ ജോമെട്രിക് ഡയഗ്രാംസിൽ വരുന്നതാണ് ബാർ ഡയഗ്രാംസ്. ആ ബാർ ഡയഗ്രാംസ് തന്നെ ഏതൊക്കെയാണ്? സിമ്പിൾ ബാർ ഡയഗ്രാം,
മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രീക്വൻസി ഡയഗ്രാംസിലേക്ക് വരുമ്പോൾ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്, പിന്നെ നമ്മൾ കോറിലേഷനുമായിട്ട് റിലേറ്റഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ സ്കാറ്റർ ഡയഗ്രാംസ്, ദെൻ ഓരോ പീരിയോഡിക്കൽ ടൈമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗ്രാഫ് ആണെങ്കിൽ അതിന് അരിത്തമെറ്റിക് ലൈൻ ഗ്രാഫ്, ദെൻ ജോമെട്രിക് ഡയഗ്രത്തിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പൈ ഡയഗ്രാംസ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയഗ്രാംസിനെ കുറിച്ചാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും ആദ്യം ബാർ ഡയഗ്രാംസ് ആണ്. ബാർ ഡയഗ്രാം എന്താണെന്നുള്ളത് നോക്കാം. വൈഡ്ലി യൂസ്ഡ്, easy to prepare a tool for comparing the categories of mutually exclusive discrete data. ഇപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഡിസ്ക്രീറ്റ് ഡാറ്റകളെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബാർ ഡയഗ്രാംസ് ഉപയോഗിക്കാം. ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആർ ഇൻഡിക്കേറ്റഡ് on one axis and the frequency of data in each category on another. നമുക്ക് രണ്ട് ഇൻഫർമേഷൻസ് തരികയാണെങ്കിൽ അത് ഒരു സൈഡിൽ എക്സ് ആക്സിസിൽ ഒരു ഇൻഫർമേഷനും വൈ ആക്സിസിൽ മറ്റൊരു ഇൻഫർമേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണിച്ചു കൊടുക്കാൻ കഴിയും. The length of the bars indicate the magnitude of the frequency on the character to be compared. നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രാം ഒക്കെ കാണുകയാണെങ്കിൽ ആ ബാർ ഡയഗ്രത്തിന്റെ ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? ആ ഐറ്റത്തിന്റെ ഫ്രീക്വൻസിയാണ് അതിൽ നമുക്ക് കാണിക്കുന്നത്. സ്പേസിംഗ് ബിറ്റ്വീൻ ദ വേരിയസ് ബാർസ് ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ദ വിഡ്ത്ത് ഓഫ് ദ ബാർ. നമുക്കറിയാം സിമ്പിൾ ബാർ ഡയഗ്രത്തിന്റെ ഒക്കെ ഡയഗ്രാം കാണുകയാണെങ്കിൽ അതിന് ഒരു സെപ്പറേറ്റ് ബാർ അല്ലെ, അതൊക്കെ ഓരോ കൃത്യമായിട്ടുള്ള അകലത്തിലായിരിക്കും എന്ത് ചെയ്യുക? അത് പ്രതിപാദിച്ചിരിക്കുക. ദെൻ അപ്പോൾ അതിൽ സിമ്പിൾ ബാർ ഡയഗ്രാം അല്ലെങ്കിൽ ബാർ ഡയഗ്രത്തിനെ ഏതെല്ലാം ആയിട്ട് മാറ്റുന്നുണ്ട്? സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, ദെൻ അതേപോലെ തന്നെ കോമ്പോണന്റ് ബാർ ഡയഗ്രാം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു സിമ്പിൾ ബാർ ഡയഗ്രത്തിന്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഇവിടെ എക്സ് ആക്സിസിൽ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, വൈ ആക്സിസിൽ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ശ്രദ്ധിക്കുക. ഈ ഹൈറ്റാണ് അതിൻ്റെ ഫ്രീക്വൻസിയെ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ ബാർ ഡയഗ്രത്തിൻ്റെയും ഇടയിൽ വരുന്ന സ്പേസ് കൃത്യമായിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ സമയത്ത് വളരെ ശ്രദ്ധിച്ചാണ് വരയ്ക്കേണ്ടത്. സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിൻ്റെ ഹൈറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ട് ബാറുകൾക്ക് ഇടയിലുള്ള സ്പേസ് ഈക്വൽ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് വൺ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. Multiple bar diagram means each observation has more than one value represented by a group of bars. ഒരു ഒബ്സർവേഷന് രണ്ടോ അതിലധികമോ വാല്യൂസ് തരികയാണെങ്കിൽ ആ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ബാർസ് കൊണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഡാറ്റയെ പ്രസന്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഫോർ എക്സാമ്പിൾ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, export and import of different years and mark of different subject. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിന്റെ ഒരു മോഡൽ നോക്കാം. ഇവിടെ ഒരു ഒബ്സർവേഷന് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ഇപ്പോൾ ഇവിടെ 102 എന്ന് പറയുന്ന ഒരു വാല്യൂയും 57 എന്ന് പറയുന്ന വാല്യൂ, അതേപോലെ തന്നെ ഇവിടെ 62 ആൻഡ് 31 എന്ന് പറയുന്ന വാല്യൂസ്. ഈ രണ്ട് വാല്യൂസിനെ രണ്ട് ബാർ ഡയഗ്രാം കൊണ്ട്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം കൊണ്ട് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നതാണ് ഏത് സിസ്റ്റം എന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ കോമ്പോണന്റ് ബാർ ഡയഗ്രാം. കോമ്പോണന്റ് ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സബ് ഡിവിഷൻ ഓഫ് സിംഗിൾ ബാർ to indicate the composition of the total divided into sections according to their relative proportion. കോമ്പോണന്റ് ബാർ ഡയഗ്രാം ഒരു സിംഗിൾ ബാർ ഡയഗ്രാം പോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആ സിംഗിൾ ബാർ ഡയഗ്രത്തിൻ്റെ ഇടയിൽ തന്നിരിക്കുന്ന ഡാറ്റയുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊണ്ട് അതിനെ സബ് ഡിവൈഡഡ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. Two communities are compared in their proportion of energy obtained from various foodstuffs. രണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട്, അത് അവർ ഓരോരുത്തരും ഫുഡ് സ്റ്റെഫിൽ നിന്ന് അല്ലെങ്കിൽ എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു അളവ് കൊടുത്തിട്ടുണ്ട്. ഈച്ച് ബാർസ് റെപ്രസെൻറ്റിംഗ് എനർജി ടേക്ക് ബൈ വൺ കമ്മ്യൂണിറ്റി
ദ ഹൈറ്റ് ഓഫ് ദ ബാർ ഈസ് 100. ഇവിടെ കണക്ക് അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് തന്നിരിക്കുന്ന 100 ആണ്. ബട്ട് അത് എന്ത് ചെയ്തിരിക്കുന്നു? ഇറ്റ് ഈസ് ഡിവൈഡഡ് ഹൊറിസോണ്ടലി ഇൻ ടു 3 കോമ്പോണൻസ്. 3 അതിൻ്റെ സബ് ഡിവൈഡഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഏതൊക്കെ? പ്രോട്ടീൻ, മൊത്തം എനർജിയിൽ പ്രോട്ടീൻ എത്രയുണ്ട്, അതേപോലെ തന്നെ ഫാറ്റ് എത്രയുണ്ട്, കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട്, അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രോട്ടീൻ എത്രയുണ്ട്, ഫാറ്റ് എത്രയുണ്ട്, കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട് എന്നുള്ളതിനെ സബ് ഡിവൈഡഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സിംഗിൾ ബാർ ഡയഗ്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുത്തിരിക്കുന്നു. അപ്പോൾ കോമ്പോണന്റ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബാർ ഡയഗ്രാം തന്നെയാണ്. ആ സിംഗിൾ ബാർ ഡയഗ്രത്തിന്റെ ഉള്ളിൽ വരുന്ന വാല്യൂസിനെ, തന്നിരിക്കുന്ന വാല്യൂസിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊണ്ട് ആ സിംഗിൾ ബാർ ഡയഗ്രത്തിനെ സബ് ഡിവൈഡഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചറൈസേഷൻ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഫുഡിൻ്റെ 2 കമ്മ്യൂണിറ്റി ഉണ്ട്, പുവർ കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ ഒരു റിച്ച് കമ്മ്യൂണിറ്റിയും. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും വാല്യൂ 100 ആണ്. എല്ലാ കണക്കിനും അങ്ങനെ തന്നെ വരണമെന്നില്ല, 100 ആണ് കൊടുത്തിരിക്കുന്നത്. 100ൽ ഏറ്റവും ആദ്യം ഇവിടെ ബ്ലൂ കളറിലുള്ളത് എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിലൂടെ എനർജി എത്രത്തോളം പുവർ കമ്മ്യൂണിറ്റി എത്ര ശതമാനത്തുണ്ട്? 10% അവരുണ്ട്. പുവർ കമ്മ്യൂണിറ്റി കാർബോഹൈഡ്രേറ്റിലൂടെയാണ് എനർജി അവർ നേടിയെടുക്കുന്നത്. അതേപോലെ തന്നെ വീണ്ടും 10% ആണ് എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം പ്രോട്ടീൻ. ഇവിടെ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീനിലൂടെ ആ പുവർ കമ്മ്യൂണിറ്റി എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്? എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ദെൻ 80%, ഇവിടെ 80% എനർജി ഒബ്റ്റെയിൻഡ് ഫ്രം ഫാറ്റ്. അപ്പോൾ ഇവിടെ ചിത്രം ശ്രദ്ധിക്കുക. ചിത്രത്തിൽ സിംഗിൾ ബാർ ഡയഗ്രാം പോലെ തന്നെയാണ് ഇത് കാണുമ്പോൾ. പക്ഷെ അതിൽ എന്താണ്? അതിൻ്റെ ഉള്ളിൽ വരുന്ന വാല്യൂസിനെ ഇതിൻ്റെ ഇടയിൽ സബ് ഡിവൈഡഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോട്ടൽ 100 ആണ്. ആ 100ൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻ എത്ര ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട്, അതേപോലെ തന്നെ ഫാറ്റ് എത്രയുണ്ട് എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ പുവർ കമ്മ്യൂണിറ്റിയുടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ റിച്ച് കമ്മ്യൂണിറ്റിയുടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് ഒരു കോളേജസിൽ ആർട്സ്, കൊമേഴ്സ്, അതേപോലെ സയൻസിൽ ഉള്ള കുട്ടികളുടെ എണ്ണമാണ്. അപ്പോൾ ആ കുട്ടികളുടെ എണ്ണം തരുമ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം രേഖപ്പെടുത്തുന്നു. ടോട്ടൽ നിങ്ങളെ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ കണക്കനുസരിച്ചിട്ട് കൊണ്ട് ടോട്ടൽ അടയാളപ്പെടുത്തുക. ആ ടോട്ടലിൽ സയൻസ് എത്ര, അതേപോലെ തന്നെ കൊമേഴ്സ് എത്ര, അതേപോലെ തന്നെ ആർട്സ് എത്ര എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാമാണ്, അല്ലെങ്കിൽ ഡയഗ്രാമത്തെ എന്തെന്ന് വിളിക്കുന്നു? സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം എന്ന് വിളിക്കുന്നു. ദ നെക്സ്റ്റ് വൺ, പൈ ഡയഗ്രാം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡാറ്റ പ്രസൻറ്റേഷനാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് എന്താ നോക്കാം. കൺസിസ്റ്റ് ഓഫ് എ സർക്കിൾ വൂസ് ഏരിയ റെപ്രസെൻറ്റ് ദ ടോട്ടൽ ഫ്രീക്വൻസി വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻ ടു സെഗ്മെന്റ്. നമുക്ക് ലഭിക്കുന്ന ഡാറ്റയെ അതിനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റുകയും ആ പേഴ്സൻറ്റേജിൽ മാറ്റിയതിനെ ഒരു സർക്കിളിൻ്റെ വാല്യൂവിലേക്ക് മാറ്റി അതിനെ എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നതുമാണ് ഏതെന്ന് പറയുന്നത്? പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. ഈച്ച് സെഗ്മെന്റ് റെപ്രസെൻറ്റ് ദ പ്രൊപ്പോർഷണൽ കോമ്പോസിഷൻ ഓഫ് ദ ടോട്ടൽ ഫ്രീക്വൻസി. അവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസി എന്താണോ, ഓരോ ഐറ്റത്തിൻ്റെ നേരെ എന്താണോ അതിൻ്റെ ഫ്രീക്വൻസി തന്നുള്ളത്, ആ ഫ്രീക്വൻസിയുടെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റുന്നു. പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയിട്ട് അതിനെ സർക്കിളിൻ്റെ വാല്യൂവിലേക്ക് 360 ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് വളരെ പോപ്പുലർ ആണ്. മിക്കവാറും പല കമ്പനികളിലും പല രീതിയിലും ഡാറ്റ പ്രസൻറ്റ് ചെയ്യാൻ പൈ ഡയഗ്രാമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. നമുക്കൊരു പൈ ഡയഗ്രത്തിൻ്റെ ചിത്രം എന്താണെന്ന് നോക്കാം. പ്ലീസ് ലിസൺ. ഇവിടെ ഒരു 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആ 3 വാല്യൂസിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂസിനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റുകയും പേഴ്സൻറ്റേജിലേക്ക് മാറ്റിയിട്ട് ആ പേഴ്സൻറ്റേജിനെ 3.6 അല്ലെങ്കിൽ 360 ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയുമാണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഒരു എങ്ങനെയാണ് കണക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് വൺ ഫാമിലി. ഒരു ഫാമിലിയുടെ അവിടെ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, മിസ്ലേനിയസ് അതിൻ്റെ ടോട്ടൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് 9,000, 2,000, 3,000, ദെൻ ടോട്ടൽ 14,000. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് പൈ ഡയഗ്രാം നിർമ്മിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എമൗണ്ടിനെ നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് മാറ്റുക.
പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 9000 ഡിവൈഡഡ് ബൈ 14,000 ഇൻറ്റു 100. എന്താണ് ചെയ്യേണ്ടത്? പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം 9000 ഡിവൈഡഡ് ബൈ 14,000 ഇൻറ്റു 100. സോ ആൻസർ ഈസ് 64.3 കിട്ടും. അതേപോലെ 2000 divided by 14,000 into 100, we will get 14.3. Just like 3,000 divided by 14,000 into 100, we will get 21.4%. ഇനി ഇതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 100 തന്നെ കിട്ടുക. കാരണം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂവിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റിയത് കൊണ്ട് 100 ആണ് അതിൻ്റെ ഫൈനൽ വരിക. ഇനി ഇതിനെ പൈ ഡയഗ്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 360 ഡിഗ്രിയിലേക്ക് മാറ്റണം. 360 ഡിഗ്രിയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 360 അല്ലെ കിട്ടിയ വാല്യൂ ഇൻറ്റു അല്ലേ 360 ഡിവൈഡഡ് ബൈ 100 അതിൻ്റെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ 64.3 ഇൻറ്റു 3.6 ചെയ്താൽ മതി. 3.6 സർക്കിളിൻ്റെ വാല്യൂ 360 ആണ്. അപ്പോൾ 360 ആയതുകൊണ്ട് 360 ഡിവൈഡഡ് ബൈ 100 അതിനെ പെർസെൻറ്റേജ് രൂപത്തിലേക്ക് ആക്കുന്നതുകൊണ്ട് 100 എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 100 is equal to 3.6. Therefore 64.3 ഇൻറ്റു 3.6 is equal to 231.5 എന്ന് കിട്ടും. അതേപോലെ തന്നെ 14.3 ഇൻറ്റു 3.6 is equal to 51.5. ദെൻ ഇവിടെ അതേപോലെ തന്നെ 21.4 ഇൻറ്റു 3.6 is equal to 77 എന്നുള്ള ആൻസർ കിട്ടും. ഇനി ഫൈനലി 100 ഇൻറ്റു 3.6 is equal to 360. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിളിൻ്റെ വാല്യൂ ആയിട്ടുള്ള 360 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി 360 എന്നുള്ള വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പ്രൊട്രാക്ടർ നിങ്ങളുടെ അല്ലേ ബോക്സിലുള്ള പ്രൊട്രാക്ടർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനൊരു ബേസ് ലൈൻ കൊടുക്കുക. ബേസ് ലൈൻ കൊടുത്തിട്ട് പ്രൊട്രാക്ടർ അതിൽ വെച്ചുകൊണ്ട് പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് ഏറ്റവും ആദ്യം 3 അല്ലേ 231.5 എന്ന് പറയുന്ന വാല്യൂ മാർക്ക് ചെയ്യുക. വാല്യൂ മാർക്ക് ചെയ്തിട്ട് പോയിന്റ് കൊടുക്കുക. അതിനനുസരിച്ചിട്ട് വരയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. ദെൻ ഈ 231.5 വരച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രൊട്രാക്ടർ വെക്കുന്നതിൻ്റെ ബേസ് ലൈന് മാറ്റണം. ബേസ് ലൈന് പിന്നെ ഇത് വരച്ചു കഴിഞ്ഞതിൻ്റെ ഈ ഭാഗത്തേക്കാണ് പിന്നെ നിങ്ങൾ ബേസ് ലൈൻ വെക്കേണ്ടത്. ബേസ് ലൈൻ വെച്ചിട്ട് ബാക്കി 51.5 എന്ന് പറയുന്ന ഡിഗ്രി പ്രൊട്രാക്ടറിൽ ഈ സൈഡിൽ നിന്ന് അളക്കുക. സൈഡിൽ നിന്ന് അളക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് പൈ ഡയഗ്രാം, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, മിസ്ലേനിയസ് എന്നിട്ട് വ്യത്യസ്ത കളറുകളിൽ അല്ലെങ്കിൽ ഷെയ്ഡ് കൊടുക്കുക. ഷെയ്ഡ് കൊടുത്താലാണ് നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പൈ ഡയഗ്രാം വരയ്ക്കുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റാസ് അതിൻ്റെ ഡാറ്റയുടെ ടോട്ടൽ കാണുന്നു, അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നു, പെർസെൻറ്റേജിലേക്ക് മാറ്റിയിട്ട് 360 ഡിഗ്രിയിലേക്ക് മാറ്റും. ആ 360 ഡിഗ്രി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കും. ഇതിൻ്റെ സഹായത്തോടു കൂടി പ്രൊട്രാക്ടറിൻ്റെ സഹായത്തോടു കൂടി വരയ്ക്കാം. ഓക്കെ, അനദർ എക്സാമ്പിൾ റിലേറ്റഡ് ടു പൈ ഡയഗ്രാം. ഒരു പൈ ഡയഗ്രത്തിനെ കുറിച്ചുള്ള മറ്റൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് തരികയാണ്. ഇവിടെ ഡാറ്റ ഇത് കൊടുത്തിട്ടുണ്ട്. കൺട്രി ആൻഡ് ബർത്ത് റേറ്റ് ഇന്ത്യ, ജർമ്മനി, UK, ചൈന, ന്യൂസിലാൻഡ് ആൻഡ് സ്വീഡൻ. എന്നിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ, അതിൻ്റെ ഡാറ്റകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 30, 50, 15, 20, 40, 30 ആൻഡ് 15. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്മൾ കണ്ടെത്തണം. ടോട്ടൽ കണ്ടെത്തിയിട്ട് ഈ തന്നിരിക്കുന്ന ഓരോ ഡാറ്റേനെയും എന്ത് ചെയ്യണം? പെർസെൻറ്റേജിലേക്ക് മാറ്റണം. പെർസെൻറ്റേജിലേക്ക് മാറ്റിയിട്ട് ആ പെർസെൻറ്റേജിനെ 3.68 മൾട്ടിപ്പിൾ ചെയ്യണം. മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പൈ ഡയഗ്രത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ വാല്യൂയിലേക്ക് കിട്ടും. അങ്ങനെ സർക്കിളിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രൊട്രാക്ടർ എടുക്കുക. അതിൻ്റെ സെൻറ്റർ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ഏതാണോ ഇതിലെ വാല്യൂ, തുടക്കത്തിൽ വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കുക. ആ വാല്യൂസ് പ്രൊട്രാക്ടറിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അളക്കുക. അളന്നിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൊട്രാക്ടർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെക്കുക. വെച്ചതിന് ശേഷം വീണ്ടും അളക്കുക. അങ്ങനെ
എന്ത് ചെയ്യുക, പൈ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ചെയ്ത് പഠിപ്പിച്ചു തരാം. ഇപ്പോൾ ഇത് എനിക്കിതിൽ പ്രൊട്രാക്ടർ വെക്കാനുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. എനിവേ പൈ ഡയഗ്രാം വരയ്ക്കൽ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഫ്രീക്വൻസി ഡയഗ്രത്തിലെ ഫസ്റ്റ് വണ്ണാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം എന്നാൽ ഇറ്റ് ഈസ് എ വെരി സിമിലർ ടു ദ ബാർ ചാർട്ട് വിത്ത് ദ ഡിഫറൻസ് ദാറ്റ് ദ റെക്ടാങ്കിൾസ് ഓർ ബാർസ് ആർ അഡ്ഹറൻറ്റ് ഓർ വിത്തൗട്ട് ഗ്യാപ്പ്. നമ്മൾ ഹിസ്റ്റോഗ്രാം കാണുമ്പോൾ അത് ബാർ ഡയഗ്രാം പോലെ തന്നെയാണ്. ബാർ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത ഓരോ അല്ലെങ്കിൽ വാല്യൂസിനെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ബാറുകളാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ബാറുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഒരു എന്താണ് ഗ്യാപ്പുകൾ കൃത്യമായിട്ടുണ്ടായിരിക്കും. എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ എന്തുണ്ടായിരിക്കില്ല, ഒരു റെക്റ്റാങ്കിൾ മറ്റൊരു റെക്റ്റാങ്കിളിനോട് ചേർന്നിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടായിരിക്കും അത് വരച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണ്, വിത്തൗട്ട് ഗ്യാപ്പാണ് ഇതിലുള്ളത്, ഹിസ്റ്റോഗ്രാമിലുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രസൻറ്റിംഗ് ദ ഫ്രീക്വൻസി ടേബിൾ. ഹിസ്റ്റോഗ്രാം പൊതുവെ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് സീരീസിലാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിലാണ് കൂടുതലായിട്ട് ഹിസ്റ്റോഗ്രാം ഉപയോഗിക്കുന്നത്. എന്നാൽ ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ചില സമയങ്ങളിൽ എന്തുപയോഗിക്കാറുണ്ട്, ബാർ ഡയഗ്രാം കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഈച്ച് ബാർ റെപ്രസെൻറ്റ് ദ ക്ലാസ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് റെപ്രസെൻറ്റ് ദ ഫ്രീക്വൻസി. ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്റോഗ്രാം കാണുമ്പോൾ അതിൻ്റെ ആ ബാറിൻ്റെ അല്ലെങ്കിൽ ആ ഹിസ്റ്റോഗ്രാമിൻ്റെ ബേസ് ലെവലിലെ ബാർ കാണിക്കുന്നത് എന്താണ്, ക്ലാസും അതിൻ്റെ ഹൈറ്റ് കാണിക്കുന്നത് എന്താണ്, അതിൻ്റെ ഫ്രീക്വൻസിയുമാണ്. നമുക്കൊരു ചിത്രം നോക്കാം. യു ക്യാൻ സീ ദാറ്റ് വൺ ഓഫ് ദ ഹിസ്റ്റോഗ്രാം ഹിയർ. ഇവിടെ 0 to 100, 100 to 110, 110 to 120, then 130, 140, 150 എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0 to 100 എന്ന് പറയുന്ന ക്ലാസ്സിൽ ആ ക്ലാസ്സിൽ വരുന്ന ഫ്രീക്വൻസി 10 ആണ്. ദെൻ 100 to 110 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഫ്രീക്വൻസി എത്രയാണ്, 9 ആണ്. ആ 9 ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വരച്ചിട്ടുള്ളത്. ദെൻ 110 to 120 ഇവിടെ എത്രയാണ്, 25 ആണ് ഫ്രീക്വൻസി. അതേപോലെ തന്നെ 120 to 130 ഹിയർ ദ ഫ്രീക്വൻസി 18 ആണ്. അതേപോലെ തന്നെ 130 to 140 എന്ന് പറയുന്നതിൽ 15 ആണ് ഫ്രീക്വൻസി. ഹിയർ 140 to 150 ഫ്രീക്വൻസി എത്രയാണ്, 7 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ബാർ ഡയഗ്രവും ഹിസ്റ്റോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ബാർ ഡയഗ്രം നമ്മൾ കൂടുതലായിട്ട് ഏതിലാണ് ഉപയോഗിക്കാറ്, ഡിസ്ക്രീറ്റ് സീരീസുകളിലാണ് ഉപയോഗിക്കാറ്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഹിസ്റ്റോഗ്രാം എന്ത് ഡാറ്റ ഉപയോഗിച്ചിട്ട് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഓർ കണ്ടിന്യൂസ് സീരീസിലാണ് നമുക്കിത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബാർ ഡയഗ്രത്തിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ ഹിസ്റ്റോഗ്രാമിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കില്ല, ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കില്ല. രണ്ട് ഡയഗ്രവും ഏത് ഷേപ്പാണ് ഉണ്ടാവുക, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് ഉണ്ടായിരിക്കുക. ഇതിന് റെക്റ്റാങ്കിൾ ഷേപ്പാണ്, ബാർ ഡയഗ്രത്തിന് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. പക്ഷേ ബാർ ഡയഗ്രത്തിൽ ഓരോ ഇൻഡിവിജ്വൽ ബാറും സെപ്പറേറ്റ് ആയിട്ട് നിലകൊള്ളുന്നു. ഇവിടെയുള്ള റെക്റ്റാങ്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്തിട്ടാണ് ഹിസ്റ്റോഗ്രാമിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ബാർ ഡയഗ്രത്തിന്റെ ഹൈറ്റ് മാത്രമേ അതിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ബേസ് അല്ലെങ്കിൽ ക്ലാസും മെഷർ ചെയ്യുന്നുണ്ട്. ആയതുകൊണ്ട് ഹിസ്റ്റോഗ്രാം എന്തെന്ന് പറയാം, ഒരു 2 ഡയമെൻഷണൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ആണ്, അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഡയഗ്രാംസ് ആണ്. ബാർ ഡയഗ്രാം എന്ന് പറയുന്നത് എന്താ, 1 ഡയമെൻഷനൽ ആണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബാർ ഡയഗ്രത്തിനെ കുറിച്ചും ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചും ഒരു ഡിഫറൻസിൻ്റെ ടേബിൾ ഉണ്ട്. ആ ഡിഫറൻസിൻ്റെ ടേബിളിലുള്ള ഒരുവിധ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. The following point must be noted while drawing the histogram. The first point, we can draw histogram only in continuous series. Continuous series il മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, histogram വരയ്ക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ if the classes are given in inclusive series, convert that inclusive series to exclusive series. നമുക്ക് കണക്ക് തന്നിട്ടുള്ളത് ഇൻക്ലൂസീവ് സീരീസിൽ ആണെന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന കണക്കിനെ എക്സ്ക്ലൂസീവ് സീരീസിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹിസ്റ്റോഗ്രാം വരയ്ക്കേണ്ടത്. അതേപോലെ തന്നെ സപ്പോസ് ദ ക്ലാസ്സസ് ആർ അൺഈക്വൽ, ക്ലാസ്സസ് അൺഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം 0 to 10, 10 to 20,
20 to 40 ഈക്വൽ ആണോ? അല്ല. ക്ലാസ് എങ്ങനെ വരുന്നത്? 0 to 10, 10 to 20, then 20 to 40. അപ്പോൾ 22, അപ്പോൾ ക്ലാസ് ഇന്റർവെല്ലിൽ ഈക്വൽ അല്ലെങ്കിൽ അത്തരം ക്ലാസ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസീസ് ചെയ്യണം. നമുക്കതൊരു കണക്കിലൂടെ ഞാൻ ചെയ്ത് പഠിപ്പിച്ചു തരാം. അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹിസ്റ്റോഗ്രാം വരയ്ക്കേണ്ടത്. അതേപോലെ തന്നെ സപ്പോസ് ദ മിഡ് പോയിന്റ്സ് ആർ ഗിവൺ. നിങ്ങൾക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് മിഡ് പോയിന്റ്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആക്ച്വൽ ക്ലാസിന്റെ രൂപത്തിലേക്ക് മാറ്റുകയും ക്ലാസിന്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. We are going to discuss about how to draw the histogram. You can see that here the two values, that is the first column classes and the next one frequency. Class എന്ന് പറയുന്ന ഒരു കോളവും അതേപോലെ ഫ്രീക്വൻസി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലാസ്സിൽ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഫ്രീക്വൻസി 5, 10, 15, 10 and 5 എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ we draw the x-axis and y-axis. X-axis denote as a class and y-axis denoted as frequency. x ഉം y ഉം എന്നുള്ളത് രൂപപ്പെടുത്തിയതിനു ശേഷം ക്ലാസ്സും ഫ്രീക്വൻസി അടയാളപ്പെടുത്താം. ഇനി എങ്ങനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഹിസ്റ്റോഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ഏതാന്ന് നോക്കുക? 0 to 10. അപ്പോൾ 0 to 10 x-axisൽ 0 to 10 ഏതാന്ന് നോക്കുക. ആ 0 to 10ന്റെ നേരെയുള്ള ഫ്രീക്വൻസി എത്രയാണ്? 5. ആ 5ന്റെ നേരെ ഒരു ലൈന് വരയ്ക്കുകയും ലൈന് വരച്ചിട്ട് എന്ത് ചെയ്യുക? ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ് 10 to 20. 10 to 20 ദാറ്റ് ഈസ് ഫ്രീക്വൻസി 10 ആണ്. അപ്പോൾ ഫ്രീക്വൻസി 10 ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ 10 to 20 ആണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ട ക്ലാസ്. ആ 10 to 20 അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 10ൽ നിന്ന് 10 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻസി 10 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് കണക്ട് ചെയ്യുന്നു. ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രാം തമ്മിലുള്ള വ്യത്യാസം, ബാർ ഡയഗ്രാം ഓരോ ഇൻഡിവിജ്വൽ ബാർ സെപ്പറേറ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ ഒരു ബാർ ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ഡയഗ്രാം റെക്റ്റാങ്കിൾ മറ്റൊരു റെക്റ്റാങ്കിളിനോട് കണക്റ്റഡ് ആണ്, അല്ലേ? ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല. ദെൻ ദ നെക്സ്റ്റ് വൺ 20 to 30 എന്ന് പറയുന്ന ക്ലാസ്സിൽ 20 to 30 എന്ന് പറയുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാം ഫ്രീക്വൻസി 15 ആണ്. അപ്പോൾ 15 ഇവിടെ നിന്ന് 15ലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ 30 വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ദെൻ 30 to 40 ഹിയർ ദ ഫ്രീക്വൻസി 10 ആണ്. 10 മാർക്ക് ചെയ്ത് വരയ്ക്കാം. അതേപോലെ തന്നെ 40 to 50 എന്നുള്ളത് 5 ആണ് ഫ്രീക്വൻസി. 5 മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ഹിസ്റ്റോഗ്രാമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ആ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നതാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസികൾ. അതിലെ മോഡ് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെയുള്ള ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആ ഹിസ്റ്റോഗ്രാമിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ഏതാന്ന് നോക്കുക. ആ ഹയസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഈ ഒരു കോർണർ മാർക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഈ ഒരു കോർണർ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഇതിൻ്റെ ഈ 20 to 30 എന്നുള്ളതിൻ്റെ ലോവർ ലിമിറ്റിൻ്റെ അതിൽ ഉൾക്കൊള്ളുന്ന ഭാഗത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ഒരു ഡോട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ ബേസ് ലൈൻ ക്ലാസ്സിലേക്ക് കൊടുക്കുക. ക്ലാസ്സിലേക്ക് കൊടുക്കുമ്പോൾ എത്രയാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്? 25. Therefore മോഡ് ഈസ് ഇക്വൽ ടു 25 എന്നുള്ളത് എഴുതാം. അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചത് ഇപ്പം എന്താണ്? ഈക്വൽ ക്ലാസ്സസ് വെച്ചിട്ടാണ്. ഈക്വൽ ക്ലാസ്സസ് ആണ് ഹിയർ.
0 to 10 ആണ്, 10 to 20, 20 to 30, 30 to 40, 40 to 50 ആണ്. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോണത് ഹിസ്റ്റോഗ്രാം വിത്ത് അൺഈക്വൽ ക്ലാസസ്. വി ഓൾറെഡി ലേൺ ഹിസ്റ്റോഗ്രാം വിത്ത് ഈക്വൽ ക്ലാസസ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹിസ്റ്റോഗ്രാം വിത്ത് അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെൽ. ക്ലാസ് ഇൻ്റർവെൽ അൺഈക്വൽ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക? അപ്പോൾ ഹിസ്റ്റോഗ്രാം അപ്പോൾ നമ്മൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയെ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസിയിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി കാണാൻ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി ഈസ് ഇക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് ഡിവൈഡഡ് ബൈ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ. നമുക്ക് ഏത് ക്ലാസ് ആണോ അൺഈക്വൽ ഉള്ളത് ആ അൺഈക്വൽ ആയിട്ടുള്ള ക്ലാസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് കാണുകയും ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് ഡിവൈഡഡ് ബൈ ദ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ, തന്നിരിക്കുന്ന ക്ലാസിന്റെ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ ഏതാന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി ചെയ്യാനുള്ള കണക്കിന്റെ ഭാഗം കിട്ടും. നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു കണക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക്. ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 20 to 30ക്ക് പകരം എന്താണ് അൺഈക്വൽ ക്ലാസ് തന്നിരിക്കുകയാണ്. 20 to 40 എന്ന് പറയുന്ന ക്ലാസ് ആണ് തന്നുള്ളത്. ദെൻ 40 to 50 അതിനൊരു ചേഞ്ചും ഇല്ല. ദെൻ 50 to 70 ഇതിലും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ്സുകളിൽ രണ്ട് ക്ലാസ്സസ് എന്താണ് അൺഈക്വൽ ആണ്. 20 to 40 എന്ന് പറയുന്ന ക്ലാസ്സും 50 to 70 എന്ന് പറയുന്ന ക്ലാസ്സും. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പാടുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി കണ്ടെത്തണം. അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി കാണാനായിട്ട് നേരത്തെ നമ്മളൊരു ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇക്വേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് ഡിവൈഡഡ് ബൈ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ്സിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് എന്താണെന്നുള്ളത് നോക്കുക. എവിടെയാണ് അൺഈക്വൽ ആയിട്ടുള്ള ക്ലാസ് നോക്കുക. അൺഈക്വൽ ആയിട്ടുള്ള ക്ലാസ് ഇവിടെയാണ്, 20 to 40 ആണ്. ആ 20 to 40ൽ എൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 20. ആ 20 എന്ത് ചെയ്യുക? 20 എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് എന്നുള്ളിടത്ത് 20 എന്ന് എഴുതുക. ദെൻ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ എത്രയും നോക്കുക. ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ്സുകളിൽ 0 to 10, 10 to 20, 20 to 40, then 40 to 50, 50 to 70. ഇതിൽ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെല്ലിൽ 10 ആണ്. അപ്പോൾ 10 ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 10 ആയതുകൊണ്ട് ഇവിടെയുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് ഡിവൈഡഡ് ബൈ ദ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ആ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന കണക്ക് അല്ലെങ്കിൽ ഏത് ക്ലാസ് ആണോ അൺഈക്വൽ ആയിട്ടുള്ളത് ആ അൺഈക്വൽ ആയിട്ടുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയെ നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര നമുക്ക് നേരത്തെ കിട്ടിയുള്ള അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി ചെയ്യാനായിട്ട് കിട്ടിയുള്ളത് എത്രയാണ്? 2 ആണ് കിട്ടിയുള്ളത്. അപ്പോൾ 2 കൊണ്ട് 24നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 12 കിട്ടും. അതേപോലെ ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ എത്ര നോക്കുക. എത്ര ഇവിടെയല്ല ഇനി ഈ അൺഈക്വൽ ഉള്ളത്? ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 20 ആണ്. ആ 20യെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് എത്രയാണ്? അല്ലെങ്കിൽ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ എത്രയാണ്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 2 കിട്ടും. ആ 2 കൊണ്ട് എവിടെയാണോ അൺഈക്വൽ ഉള്ള ക്ലാസ് ആ അൺഈക്വൽ ആയിട്ടുള്ള ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 7 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇനി നമ്മൾ കണക്ക് ചെയ്യാൻ പോവുകയാണ്. കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എക്സും വൈയും വരച്ച് വെച്ചിട്ടുണ്ട്. ആ എക്സ് ആൻഡ് വൈയിൽ നമ്മൾ 2 വാല്യൂം കൂടി കൂടുതൽ ചേർക്കുന്നുണ്ട്. 60 ദെൻ അതേപോലെ തന്നെ 70 എന്ന് പറയുന്ന ഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഉൾക്കൊള്ളിക്കുകയാണ്. 70 എന്ന് പറയുന്ന ഭാഗം കൂടി നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. ഹിയർ 70 എന്ന് പറയുന്ന ഭാഗം ഉൾക്കൊള്ളിക്കുന്നു. അപ്പോൾ ഉൾക്കൊള്ളിക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫ്രീക്വൻസീസ് ഒന്ന് നോക്കാം. ഫ്രീക്വൻസീസ് ഇപ്പോൾ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെയാണ്? 5, 10, 12, 10, 7 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ക്ലാസ് 0 to 10 എത്രയാണ് വന്നിട്ടുള്ളത്? 5 ആണ് വന്നിട്ടുള്ളത്. ആ 5ന്റെ നേരെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അത് മാർക്ക് ചെയ്യുക.
ദെൻ 10 to 20 എത്ര വരുന്നത് 10 ആണ് ഫ്രീക്വൻസി 10 to 20 എന്നുള്ളതിൽ അത് അടയാളപ്പെടുത്തി. അടുത്ത ക്ലാസ് എന്താ 20 to 40 ആണ്. അപ്പോൾ 20 to 40 ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് 12 ആണ്. അപ്പോൾ 20 to 40 അപ്പോൾ ഫ്രീക്വൻസി 12 എന്നുള്ള രീതിയിൽ നമ്മളതിൻ്റെ ഫ്രീക്വൻസി എടുത്തു. 20 to 40 വരെയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക നീട്ടി വരയ്ക്കുക. 20 to 40 എന്നുള്ള രീതിയിൽ നമ്മൾ നീട്ടി വരയ്ക്കുക. ദെൻ നെക്സ്റ്റ് വൺ 40 to 50. 40 to 50 എത്രയാണ് 10 ആണ്. 40 to 50 എന്നുള്ളത് 10 എന്നുള്ളത് മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ അതിൽ തന്നിട്ടുള്ളത് എത്രയാണ് 50 to 70 എന്നുള്ളതിൻ്റെ ഫ്രീക്വൻസി 7 ആണ്. അപ്പോൾ 50 to 70 എന്നുള്ളതിൻ്റെ ഫ്രീക്വൻസി 7 ആണ്. അപ്പോൾ 7ൻ്റെ നേരെ നോക്കിയിട്ട് എന്ത് ചെയ്യുക 50 to 70 വരെ ഉള്ള രീതിയിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഹിസ്റ്റോഗ്രാം അൺഈക്വൽ ക്ലാസ്സസ് തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അൺഈക്വൽ ക്ലാസ്സസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം തന്നിരിക്കുന്ന ക്ലാസിൻ്റെ അൺഈക്വൽ ആയിട്ടുള്ള ക്ലാസ് ഏതാണെന്ന് നോക്കുക. ആ ക്ലാസിൻ്റെ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടെത്തണം. അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി കാണാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്ലാസ് ഡിവൈഡഡ് ബൈ ദ ലോവസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ ചെയ്യുന്നു. അത് കിട്ടിയ ആൻസർ കൊണ്ട് ഒറിജിനലായിട്ട് തന്നിരിക്കുന്ന കണക്കിൻ്റെ എവിടെയാണോ അൺഈക്വൽ വന്നിട്ടുള്ളത് ആ അൺഈക്വൽ വന്നിട്ടുള്ളതിൻ്റെ ഫ്രീക്വൻസിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. ആ അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹിസ്റ്റോഗ്രാം പറയുന്നുണ്ട് അതൊരു 2 dimensional ഡയഗ്രാമാണ്. കാരണം ഇതിൻ്റെ ഹൈറ്റ് മാത്രമല്ല വിട്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ ബാർ ഡയഗ്രാമത്തിൽ എന്ത് ചെയ്യുന്നില്ല ഹൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ, അതിൻ്റെ വിട്ട് നോക്കുന്നില്ല. അപ്പോൾ ഹിസ്റ്റോഗ്രാമിലെ നമ്മൾ ഈക്വൽ ക്ലാസ്സസും അൺഈക്വൽ ക്ലാസ്സസും ഉണ്ട്. ഇനി മിഡ് പോയിന്റ് തരികയാണെങ്കിൽ ആ മിഡ് പോയിന്റ് ഇതിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് മിഡ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. ഓക്കെ, First of all, we discuss the presentation of the data. We can calculate or we can find out the 3 methods: textual, then tabular presentation and graphical presentation. അതിൽ ടെക്സ്റ്റൽ പ്രസൻറ്റേഷൻ എന്താണ്, ടാബുലർ പ്രസൻറ്റേഷനെ കുറിച്ച് പറഞ്ഞു. ടാബുലർ പ്രസൻറ്റേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദ പാർട്സ് ഓഫ് എ ടേബിൾ അല്ലേ. ടേബിൾ നമ്പർ, ടൈറ്റിൽ, then column headline, that is the caption, then row headline, that is step, body of the table, then footnote, source note. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനിൽ നമ്മൾ നോക്കി. ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷനിൽ അതിൽ ബാർ ഡയഗ്രാം, അതിൽ സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പോണൻറ്റ് ബാർ ഡയഗ്രാം, ദെൻ പൈ ഡയഗ്രാം. പിന്നെ നിങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ട് പിക്ടോഗ്രാംസ്, അത് അത്ര നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ബുക്കിൽ പഠിക്കാനില്ല. ദെൻ ഫ്രീക്വൻസി ഡയഗ്രാംസിൽ പറഞ്ഞു. ഫ്രീക്വൻസി ഡയഗ്രത്തിൽ നമ്മൾ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഹിസ്റ്റോഗ്രാം പറഞ്ഞു. ഇനി ബാക്കി നമുക്ക് എന്ത് പറയാനുണ്ട്, ഫ്രീക്വൻസി പോളിഗൺ, അതേപോലെ തന്നെ ഫ്രീക്വൻസി കേഴ്സ്, ഒജീസ് തുടങ്ങിയ, ദെൻ അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് തുടങ്ങിയ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.